അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മമാർ എത്ര തിരക്കുണ്ടെങ്കിലും അവരെന്തൊക്കെ ജോലി ചെയ്താലും അവരുടെ സമയം അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ അവർ പിശുക്ക് കാണിക്കാൻ പാടില്ല. കാരണം ഒരു ഉമ്മയിൽ നിന്നും ഒരു കുട്ടിക്ക് കിട്ടേണ്ട ആ ഒരു സമയം അത് വേറെ ആർക്കും പരിഹരിക്കാൻ കഴിയാത്തതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു മുല കുടിക്കുന്ന കുട്ടിക്ക് സാധാരണ എല്ലാവരും പറയാറുള്ളത് 6 മാസം ആ കുട്ടിക്ക് മുലപ്പാൽ മാത്രമാണ് കൊടുക്കേണ്ടതാണ്, വേറെ ഭക്ഷണങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല എന്ന്. ആ കുട്ടിൻ്റെ ഫുഡ്, അവൻ്റെ ആരോഗ്യം എല്ലാം നിലനിൽക്കുന്നത് ആ ഉമ്മയോടൊപ്പമാണ്. അപ്പോൾ അവൻ എപ്പോഴൊക്കെ ദാഹിക്കുന്നുവോ എപ്പോഴൊക്കെ വിശക്കുന്നുവോ അപ്പോഴൊക്കെ ഉമ്മൻ്റെ അടുത്താണ് അവൻ്റെ ആഹാരം. അത് അവന് കിട്ടിയിരിക്കണം, അവൾക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ശരിക്കും ഒരു പ്രസവം കഴിഞ്ഞാൽ 6 മാസം ഒരു ഉമ്മ ആ കുട്ടീൻ്റെ കൂടെ വേണം. ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ കുട്ടീനെ കൂടെ കൊണ്ടുപോകണം. അതല്ലേ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഒരു ഉമ്മയുടെ സാന്നിധ്യം ഒരു കുട്ടിയിലുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. ഉമ്മക്ക് പകരമാവാൻ ആരാണ് ഉണ്ടാവുക? ഒന്നും വല്ല ആയമാരുമാണ്. നമുക്കറിയാലോ, നമ്മുടേതല്ലാത്തൊരു കുട്ടിയോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുക, നമുക്ക് ആലോചിച്ചതറിയാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു അന്യരായ ഒരാൾ നിങ്ങളുടെ കുട്ടികളെ പരിചരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഉണ്ടായിക്കൊണ്ടേ പറ്റുള്ളൂ. നിങ്ങളൊരു ഫ്ലാറ്റിൽ നിങ്ങളെ കുട്ടികളാക്കി അവിടെ ഒരു ആയനെയാക്കി നിങ്ങൾ പോവുക എന്നുള്ളത് ആ കുട്ടികളുടെ മാനസികാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കും. ഒന്ന്, നിങ്ങളെപ്പോലെ പെരുമാറാൻ അവർക്ക് പറ്റില്ല. അവർ ചിലപ്പോൾ എങ്ങനെയും പെരുമാറാം. ഏത് തരം ഭക്ഷണം നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാം, അതൊരിക്കലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. മാത്രമല്ല, അവരിൽ നിന്ന് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളില്ലാത്തതിൻ്റെ വിഷമമാണ് അത് അവരിൽ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ കൂടെ ഇല്ലാത്തതിൻ്റെ സങ്കടമാണ് അവരെ ഓർമ്മപ്പെടുത്തുക. ഈ പ്രസവത്തിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു ഉമ്മ എന്നൊരു അറ്റാച്ച്മെൻറ്റ് അത് വല്യമ്മക്ക് ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്നേഹ സാന്നിധ്യം എന്ന നിലക്ക് ഉമ്മയുടെ സാന്നിധ്യം വേണം. അവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കണമെങ്കിൽ ഉമ്മ വേണം. അതിലൊക്കെ ഉപരി ആ കുട്ടിയുടെ എല്ലാവിധ സ്വഭാവ ഗുണങ്ങളും സംസ്കാരങ്ങളും ശരിയാക്കി കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് ഉമ്മക്കാണുള്ളത്. ഓരോ സന്ദർഭത്തിലും ആവശ്യമായ നിലക്ക് ആ കുട്ടിയെ ഗൈഡ് ചെയ്ത് കൂടെ നിന്ന് വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ആ കുട്ടി ഒരു സംസ്കാരമുള്ള കുട്ടിയായിട്ട് മാറുള്ളൂ. ഇനി അത് പോട്ടെ, നിങ്ങളുടെ കുട്ടികൾ ഭാവി നന്നായി പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കുകളായി മാറുന്ന ആഗ്രഹിക്കുന്നില്ലേ? അതിന് വേണ്ട ഒരു ഗൈഡൻസും അത് ഉമ്മയ്ക്കേ പറ്റുള്ളൂ. കൂടെ നിന്ന് പഠിപ്പിക്കണം. നമുക്കറിയില്ലെങ്കിൽ അവർക്ക് വായിക്കാനും പഠിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൂടെ നിൽക്കുക. നമുക്കറിയുമെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് മാനസികവും ശാരീരികവുമായ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒറ്റയ്ക്ക് പറ്റില്ല. ഒരു വിഷമം വന്നാൽ ആ വിഷമത്തെ ചിന്തിച്ച് പരിഹരിക്കാൻ അവർക്ക് പറ്റില്ല. അത് ഉമ്മനോട് പറഞ്ഞ് ഉമ്മയുടെ കൂടെ സപ്പോർട്ടോടെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വിഷമാവസ്ഥയിൽ ഉമ്മ കൂടെ അല്ലെങ്കിലോ അവർക്ക് ടെൻഷനാവും, മാനസിക പ്രശ്നങ്ങളാവും, മാനസികമായ പല രോഗങ്ങളുടെയും ലക്ഷണങ്ങൾ അവർ പുറത്ത് കാണിക്കാൻ തുടങ്ങും. ഇനി ശാരീരികമാവട്ടെ, ഇപ്പോൾ ഒന്ന് കുളിക്കണം, ഒന്ന് ബാത്റൂമിൽ പോകണം, അല്ലെങ്കിൽ അവിടെ ബാഗ് എടുക്കണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ശാരീരികമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കും അവർക്ക് ചില പരിമിതികളുണ്ട്. അത് പരിഹരിക്കാനും എന്തു വേണം? ഉമ്മ കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയോടൊപ്പം നമ്മളാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. സ്വന്തമായി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം വരുന്നതുവരെ വളരെ സജീവമായി മുഴുവൻ സമയങ്ങളിലും ഉണ്ടാവണം. ഇനി ആർക്കെങ്കിലും അങ്ങനെ സാധിക്കാത്തൊരവസ്ഥ, നിർബന്ധിതാവസ്ഥ വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ദൂരെയാണ്, അകലെയാണെങ്കിലും അടുത്താണെന്ന പോലെ വേണം മുന്നോട്ട് പോകാൻ. ചില പെൺകുട്ടികളൊക്കെ അവർക്ക് കുട്ടികളുണ്ടായി, അവർക്ക് പഠിക്കാണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ്, എൻജിനീയറാണ്, അപ്പോൾ അവർക്ക് പോകേണ്ടി വന്നാൽ അവർ തൽക്കാലം അത് ആയമാരെയോ അല്ലെങ്കിൽ ഉമ്മയെയോ ഒക്കെ ഏൽപ്പിച്ച് പോകും. അപ്പോൾ അതവർ ചെയ്യുന്നുണ്ടാവുന്നത്. അവർ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളതിനെ ഫോളോ ചെയ്യണം. അപ്പോൾ മോള് സ്കൂൾക്ക് പോയോ? സ്കൂൾക്ക് പോകുന്ന സമയത്തുള്ള പിന്നെ ബാഗ് എടുത്തോ ഫ്ലാസ്ക് എടുത്തോ എന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾ വേണം.
തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നിങ്ങളില്ലാന്ന് വിചാരിക്കുക. എങ്കിലെന്ത് ചെയ്യണം, അവിടെ ഫോൺ വിളിച്ച് സംസാരിച്ച് എന്തായി മോള് എത്തിയോ, അവളെ ഉടുപ്പ് മാറ്റി കൊടുത്തോ. അതായത് നിങ്ങൾ ഇല്ലെങ്കിലും ഉള്ളതുപോലെ അവരെ ഫോളോ ചെയ്യണം. അപ്പോൾ ഉമ്മയുടെ സാന്നിധ്യം അത് മാറ്റി നിർത്താൻ പറ്റാത്തതാണ്. ഇനി അത് നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നില്ലെങ്കിൽ മറ്റൊരിക്കൽ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. എല്ലാം അപ്പോൾ കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കൂ.